ഹായ് സുഹൃത്തുക്കളെ, ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥ നിങ്ങളെ തീർച്ചയായും ചിന്തിപ്പിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും നായ എന്ന പേര് ഉദാഹരണമായി ഉപയോഗിക്കാറുണ്ട്. ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ നമ്മുടെ വായിൽ ആദ്യം ഓർമ്മ വരുന്ന പേര് നായ എന്ന് മാത്രമാണ്. മനുഷ്യനാണെങ്കിൽ നായ എന്ന പേര് അപകീർത്തി സമ്പാദിച്ചിരിക്കും. ഒരു നായ എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട ജീവിയാണോ? നമ്മൾ അതിന് ഒരിക്കലും ഭക്ഷണം നൽകാനോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനോ നോക്കിയിട്ടില്ല. അത് എത്ര ദിവസമായി നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വിശന്നു കിടന്നു എന്ന് നമുക്കറിയില്ല. എന്നാൽ അതിന്റെ പേര് പറയാൻ നമുക്ക് ഒരിക്കലും ലജ്ജ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് 15 മിനിറ്റ് മാറ്റിവെച്ച് ഈ വീഡിയോ മുഴുവനായി അവസാനം വരെ കാണുക. കാരണം ഈ കഥ കേട്ടതിന് ശേഷം നിങ്ങളുടെ ചിന്താരീതി മാറിയേക്കാം. സുഹൃത്തുക്കളെ, ഒരു ഗ്രാമത്തിൽ രമേശ് എന്നൊരു യുവാവുണ്ടായിരുന്നു. അവൻ വളരെ അസ്വസ്ഥനായിരുന്നു. അവൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപമാണ് ചെയ്തത്, ഇപ്പോൾ ഞാൻ ഇത്രയധികം നരകം അനുഭവിക്കുന്നു എന്ന്. ഇങ്ങനെ സമയം കടന്നുപോകുമ്പോൾ ഒരു ദിവസം അവൻ മനസ്സിലായി, ഒരു മഹാത്മാവായ സന്യാസി ഗ്രാമത്തിന്റെ അരികിൽ താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹം എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം പറയുന്നുണ്ടെന്നും. അടുത്ത ദിവസം രമേശ് ആ മഹാത്മാവിനെ കാണാൻ പുറപ്പെട്ടു. അവിടെയെത്തിയ രമേശ് കണ്ടത് ആ സന്യാസിയാണ്. അദ്ദേഹം തന്റെ ആശ്രമത്തിൽ ചിലർക്ക് ഉപദേശം നൽകുന്നത് കണ്ടു. ഉടൻ രമേശ് ആ സന്യാസിയെ വണങ്ങി. ഗുരുദേവ, എന്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. ദയവായി ഇതിന് ഉത്തരം നൽകുക എന്ന് പറഞ്ഞു. അതിന് ആ ഗുരു, മകനെ, നിന്റെ മനസ്സിലുള്ള ചോദ്യം എന്താണോ അത് മടിക്കാതെ ചോദിക്കൂ എന്ന് രമേശ് പറഞ്ഞു. ഗുരുദേവ, എല്ലാവരും നായ്ക്കൾക്ക് റൊട്ടി കൊടുക്കുന്നു. അങ്ങനെ റൊട്ടി കൊടുക്കുന്നതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു സംസാരിക്കുമ്പോൾ, മകനെ, മനുഷ്യർ നായ്ക്കൾക്ക് റൊട്ടി കൊടുക്കുന്നതിലൂടെ ലഭിക്കുന്ന 8 ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ അവർക്ക് ഒരിക്കലും കഷ്ടപ്പാടുകൾ വരില്ല. അവർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാകില്ല. നായ്ക്കൾക്ക് റൊട്ടി കൊടുക്കുന്നതിലൂടെ 8 ഗുണങ്ങൾ ലഭിക്കും. ആ 8 ഗുണങ്ങളെക്കുറിച്ച് മനുഷ്യർ അറിഞ്ഞാൽ അവരുടെ ജന്മം സഫലമാകും. നായ്ക്കൾക്ക് റൊട്ടി കൊടുക്കുന്നതിലൂടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങൾ അനുഭവിക്കും. അതുപോലെ മരിച്ച ശേഷം മോക്ഷവും ലഭിക്കും എന്ന് പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് നിനക്കൊരു ചെറിയ കഥ പറയാം. ശ്രദ്ധയോടെ കേൾക്കുക, അപ്പോൾ നിനക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാകും എന്ന് മുത്തച്ഛൻ തുടങ്ങി. ഒരിടത്ത് ഒരു കറുത്ത നായ ഉണ്ടായിരുന്നു. അത് വളരെ നിഷ്കളങ്കനായ നായായിരുന്നു. അത് എല്ലാ ദിവസവും ഗ്രാമത്തിലെ എല്ലാ വീടുകൾക്ക് മുന്നിലും പോയി വിശപ്പോടെ ദയനീയമായി നോക്കി നിന്നു. എന്നാൽ ആരും അതിന് ഒരു റൊട്ടി കഷണം പോലും നൽകിയില്ല. അമിതമായ വിശപ്പുമായി അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു. അങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് ഒരു ദിവസം ഗ്രാമത്തിന് പുറത്ത് നദി ഉദ്ഭവിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ഋഷി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു സന്യാസി ഇരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മഹാത്മാവേ, അങ്ങയെ കാണാൻ ഒരു മഹാജ്ഞാനിയെപ്പോലെ തോന്നുന്നു. അങ്ങ് എല്ലാ ജീവികളോടും സ്നേഹം കാണിക്കുന്നു. എന്റെ വേദന അങ്ങ് മനസ്സിലാക്കുമെന്ന് കരുതി അതിയായ വിശപ്പുമായി അങ്ങയുടെ അടുത്ത് ഞാൻ വന്നു. ദയവായി എനിക്കൊരു റൊട്ടി കഷണം തരൂ. അത് കഴിച്ച് എന്റെ വിശപ്പ് മാറ്റിക്കൊള്ളാം എന്ന് പറയുന്നു. അപ്പോൾ ആ സന്യാസി അതിന് ഒരു റൊട്ടി കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓ നായേ, അത്രയും വലിയ ഗ്രാമത്തിൽ നിനക്ക് കഴിക്കാൻ ഒരു റൊട്ടി കഷണം പോലും ആരും തന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ നായ കരഞ്ഞുകൊണ്ട്, മഹാത്മാവേ, എന്താണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നായ്ക്കളുടെ ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾ
എന്റെ വാക്കുകൾ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സന്യാസിയോട് സംസാരിക്കുമ്പോൾ, ഓ നായ, നിന്റെ കഥ എന്താണെന്ന് വിശദമായി പറയുക. ഞാൻ നിന്റെ വാക്കുകൾ തീർച്ചയായും വിശ്വസിക്കുന്നു. കാരണം നീ കാണാൻ വളരെ ദയനീയമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ നായ സംസാരിക്കുമ്പോൾ, മഹാത്മാവേ, ഞങ്ങളുടെ ജീവിതം നിർഭാഗ്യകരമായ ജീവിതമാണ്. ദയവായി ലോകത്തിലെ എല്ലാ മനുഷ്യരും ഞങ്ങളോട് ദയ കാണിക്കണം. ഞങ്ങൾക്ക് വീടോ അഭയമോ ഉണ്ടായിരിക്കില്ല. സമ്പാദിച്ച് കഴിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വേനൽക്കാലത്ത് വെയിലിലും മഴക്കാലത്ത് മഴയിലും തണുപ്പുകാലത്ത് തണുപ്പിലും വിറച്ച് പേടിച്ച് കാലം കഴിക്കുന്നത്. മഹാത്മാവേ, ഞങ്ങൾക്ക് പഠനപരമായ അറിവില്ല. നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ആരോടും പറയാൻ കഴിയില്ല. ഞങ്ങൾ പറഞ്ഞാലും മനുഷ്യർക്ക് ഞങ്ങളുടെ ഭാഷ മനസ്സിലാകില്ല. ഇതെല്ലാം ഞങ്ങളുടെ ദൗർഭാഗ്യമാണ്. പക്ഷേ മഹാത്മാവേ, നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും വിശക്കും. എന്തെങ്കിലും മുറിവുണ്ടായാൽ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും വേദനിക്കും. നിങ്ങളെപ്പോലെ ഞങ്ങൾക്കും അളവ് അറിയാം. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയായതുകൊണ്ട് ഞങ്ങളോട് കരുണ കാണിക്കൂ. ഇനി ഞങ്ങളെ ശല്യപ്പെടുത്തരുത്. മഹാത്മാവേ, ആ ദൈവം ദുരിതങ്ങൾ അനുഭവിക്കാൻ ഈ ജന്മം ഞങ്ങൾക്ക് നൽകി. കൂടാതെ നിങ്ങൾ മനുഷ്യർ ഇപ്പോഴും ഞങ്ങൾക്ക് ദുരിതങ്ങൾ നൽകുന്നു. നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾ തീർച്ചയായും മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കണം. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു ഉത്സവമായി ആഘോഷിക്കുന്നു. ഞങ്ങൾ ജനിച്ചാൽ ആർ സന്തോഷിക്കുമെന്ന് പറയൂ. മഹാത്മാവേ, ഞാൻ ജനിച്ചപ്പോൾ ഞാൻ കിടന്നിരുന്ന സ്ഥലം വളരെ മൃദുവുമായിരുന്നു. ആ സമയത്ത് ഒട്ടും തണുപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഇനി എനിക്ക് ഒരു വലിയ വീട്ടിൽ ജനനം ലഭിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, എന്റെ അമ്മ തനിക്ക് ജനിച്ച 5 കുഞ്ഞുങ്ങളെയും തന്റെ നെഞ്ചോട് ചേർത്ത് ഒരു പാഴായ കുടിലിൽ കിടന്നിരുന്നു എന്നാണ്. ഞങ്ങൾ 5 പേരും സഹോദരങ്ങളായിരുന്നു. എന്നെ കൂടാതെ മറ്റെല്ലാവരും വെളുത്തവരും ചുവന്നവരുമായിരുന്നു. എന്നാൽ ഞാൻ മാത്രം കറുത്തവനായിരുന്നു. എല്ലാവരെക്കാളും ഇളയവൻ ഞാനായിരുന്നു. 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതുകൊണ്ട് ഞങ്ങളുടെ അമ്മ വളരെ ക്ഷീണിതയായിരുന്നു. ഇതുകാരണം ഞങ്ങൾ ജനിച്ചതിനു ശേഷം ചില മണിക്കൂറുകൾക്കുള്ളിൽ ഭക്ഷണം കൊണ്ടുവരാൻ അവൾ പുറത്തുപോയിരുന്നു. ഞങ്ങൾക്ക് പാൽ നൽകാൻ അവൾ ഭക്ഷണം കഴിക്കണമല്ലോ. അതുകൊണ്ടാണ് ഭക്ഷണം കിട്ടുന്നതുവരെ അവൾ ഞങ്ങളുടെ അടുത്ത് അധികം വരാതിരുന്നത്. ആ ഒരു അമ്മയെ ഞങ്ങൾ 5 സഹോദരങ്ങളും ആശ്രയിച്ചിരുന്നു. എന്റെ അമ്മ ഭക്ഷണത്തിനായി തെരുവുകളിൽ അലയുമായിരുന്നു. ഞങ്ങളുടെ അമ്മ എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ഭക്ഷണം കിട്ടും, മറ്റൊരു ദിവസം ഭക്ഷണം കിട്ടില്ല. പക്ഷേ ഞങ്ങളെ വളരെ ശ്രദ്ധയോടെ സംരക്ഷിക്കും. ആരെയും ഞങ്ങളുടെ അടുത്ത് വരാൻ അനുവദിക്കില്ല. എത്രയായാലും അമ്മയുടെ സ്നേഹമല്ലേ മഹാത്മാ. എന്റെ അമ്മ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഗ്രാമത്തിലേക്ക് പുതിയ ആളുകൾ ആരെങ്കിലും വന്നാൽ അവരെ പിന്തുടർന്ന് ശബ്ദമുണ്ടാക്കി എല്ലാവരെയും ജാഗ്രതയോടെ ഇരിക്കാൻ പ്രേരിപ്പിക്കും. എന്റെ അമ്മയെ പേടിച്ച് അടുത്ത ഗ്രാമത്തിലെ നായകൾ പോലും ഈ ഗ്രാമത്തിലേക്ക് വരാറില്ല. ഗ്രാമത്തിൽ മാത്രമല്ല, ഗ്രാമത്തിന്റെ അരികിലുള്ള കർഷകരുടെ വിളകൾ രാത്രിയിൽ മൃഗങ്ങൾ തിന്നാൻ വരുമ്പോൾ അവയെ ഓടിച്ച് അടിക്കും. അവയുടെ പിടിയിൽ നിന്ന് വിളകളെ രക്ഷിക്കും. ഇത്രയും നന്മ ചെയ്യുന്ന എന്റെ അമ്മയ്ക്ക് ആ ഗ്രാമത്തിലെ ആളുകൾ ഭക്ഷണം പോലും ശരിയായി കൊടുക്കാറില്ല. ഭക്ഷണത്തിനായി വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിന്റെ വാതിൽക്കൽ വന്ന് ശബ്ദമുണ്ടാക്കിയാൽ ചിലർ വടികൊണ്ട് എന്റെ അമ്മയെ പിന്തുടർന്ന് അടിക്കും. അന്ന് വിശപ്പോടെ വിഷമിച്ച് വയറുവേദനയോടെ അങ്ങനെ ഇരുന്നുപോയി. മഹാത്മാ, നിനക്കുള്ളതുപോലെ ഞങ്ങൾക്കും വയറുണ്ട്, ഞങ്ങൾക്കും വിശക്കുന്നുണ്ട്. കൂടാതെ എന്റെ അമ്മയ്ക്ക് തന്റെ കുട്ടികളെക്കുറിച്ചുള്ള ആശങ്കയുമുണ്ടായിരുന്നു.
എത്ര ദുരിതത്തിലായിരുന്നാലും, എത്ര കരഞ്ഞാലും ഞങ്ങളെ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു. ഒടുവിൽ സഹിക്കാൻ കഴിയാതെ വീട്ടിൽ കയറി ഭക്ഷണം മോഷ്ടിക്കേണ്ടി വന്നു. അന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ അതുകൊണ്ട് തന്റെ വയറു നിറച്ച് തന്റെ വിശപ്പടക്കും. ഒരുപക്ഷേ മോഷ്ടിച്ച് പിടിക്കപ്പെട്ടാൽ ആളുകൾ വടികളെടുത്ത് ഓടിച്ച് അടിക്കും. ചില ഹൃദയമില്ലാത്ത മനുഷ്യർ അവളെ വീടിനുള്ളിൽ അടച്ചിട്ട് അടിച്ചു. എന്റെ അമ്മ വേദനയാൽ രാത്രി മുഴുവൻ കരഞ്ഞു. മഹാത്മാ, എന്റെ അമ്മ അങ്ങനെ എന്ത് വലിയ തെറ്റാണ് ചെയ്തത്? അവൾ മോഷ്ടിച്ചത് ഭക്ഷണമല്ലേ? ഞങ്ങൾ പണത്തിനു വേണ്ടി മോഷ്ടിച്ചതല്ല. ഒരുപക്ഷേ വയറു നിറയെ ഭക്ഷണത്തിനു വേണ്ടി മാത്രമാണ് അതുപോലെ മോഷ്ടിക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യമല്ല. എന്നാൽ പാപം നിറഞ്ഞ വയറ് ഞങ്ങളെ ഇതെല്ലാം ചെയ്യാൻ നിർബന്ധിക്കുന്നു. ഇപ്പോൾ മഹാത്മാ, ഒരു ദിവസം കഠിനമായ മഴ പെയ്തു. അതിനു പുറമേ കഠിനമായ തണുപ്പ്. ആ തണുപ്പും മഴയും സഹിക്കാൻ കഴിയാതെ ഒരേ ദിവസം എന്റെ 3 സഹോദരങ്ങൾ മരിച്ചു. മരിച്ച കുട്ടികളെ നോക്കി എന്റെ അമ്മ ഒരുപാട് കരഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഉത്തരവാദിത്വവും കരച്ചിലും ആർ ശ്രദ്ധിക്കും? കാരണം മരിച്ചത് മനുഷ്യരല്ലല്ലോ എന്ന് പറഞ്ഞ് നായ വീണ്ടും ഇങ്ങനെ പറയുന്നു. ഈ മഹാത്മാവ്, ഇപ്പോൾ ഞങ്ങൾ 2 സഹോദരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഞങ്ങളുടെ അമ്മ ഞങ്ങളിരുവരെയും നന്നായി പരിപാലിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ പിന്നാലെ നടക്കുകയായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ഒരു വലിയ വ്യാപാരിയുടെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് നടന്നു. പലതരം വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു. വ്യാപാരിയുടെ വീട്ടിലേക്ക് ധാരാളം ബന്ധുക്കൾ വരുന്നു. അതുകൊണ്ട് എന്റെ അമ്മ അവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് ആ പരിസരത്ത് തന്നെ ചുറ്റിത്തിരിയുകയായിരുന്നു. പക്ഷേ അവിടെയുണ്ടായിരുന്നവർ എന്റെ അമ്മയെ കണ്ടതും ഓടിച്ചുവിട്ടു. അത്രയും വലിയ അളവിൽ പാചകം ചെയ്തിട്ടും ഒരു കഷ്ണം നായയ്ക്ക് കൊടുക്കാൻ പോലും ആർക്കും ദയ തോന്നിയില്ല. ഒരു റൊട്ടി കൊടുത്താൽ അവർക്ക് എന്ത് നഷ്ടം വരും? എന്റെ അമ്മ ആഗ്രഹത്തോടെ ദൂരത്തുനിന്ന് ഇടയ്ക്കിടെ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വ്യാപാരിയുടെ മുറ്റത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. ഇതിലൂടെ ഭക്ഷണം വിളമ്പുന്നയാൾ ഭക്ഷണം കൊണ്ടുവരാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ വിശപ്പ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്റെ അമ്മ പതുക്കെ ശബ്ദമില്ലാതെ അയാളുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. അങ്ങനെ പോകുമ്പോൾ മറ്റൊരാൾ എന്റെ അമ്മയെ നോക്കി നായേ നായേ എന്ന് ഉറക്കെ വിളിച്ചു. ഉടൻ എല്ലാവരും എന്റെ അമ്മയുടെ പിന്നാലെ ഓടി. ഇതുകണ്ട് പരിഭ്രാന്തയായ എന്റെ അമ്മ അവിടെ നിന്ന് ഓടി. പുറത്തേക്ക് പോകുന്ന കവാടത്തിൽ ചിലർ വടികളുമായി നിന്നിരുന്നു. ഇനി അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് മനസ്സിലായില്ല. വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്നവരുടെ മുകളിലേക്ക് ചാടിയെന്ന് നായ ഇങ്ങനെ പറയുന്നു. മഹാത്മാ, പക്ഷേ എന്റെ അമ്മ തന്നെ പിന്തുടർന്നവരെ കണ്ട് അത്രയധികം അത്ഭുതപ്പെട്ടില്ല. ഭക്ഷണം കഴിച്ചവരെ കണ്ട് എത്രമാത്രം അത്ഭുതപ്പെട്ടോ അത്രമാത്രം. കാരണം അവർ ഭക്ഷണം നിർത്തിയിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ഈ നായ ഭക്ഷണത്തിന്റെ അതിന്റെ മുകളിൽ ചാടി. ഇനി ഈ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കില്ല. ഭക്ഷണം മുഴുവൻ പാഴായിപ്പോയി എന്ന് പറയുന്നു. ഇതുകാരണം വ്യാപാരിക്ക് വളരെ ദേഷ്യം വന്നു. എന്നാൽ ചിലർ ചോദിച്ചു, ഭക്ഷണം എന്തുകൊണ്ട് പാഴായി? ആ നായ ഭക്ഷണം എച്ചിലാക്കിയില്ല. അത് മുകളിൽ നിന്ന് ചാടിയതാണ്. എന്തുകൊണ്ടാണ് നഗരത്തിൽ നായ്ക്കളെ വീട്ടിൽ സ്നേഹത്തോടെ വളർത്തുന്നത്? അവയ്ക്ക് ഭക്ഷണം കൈകൊണ്ട് നൽകുന്നു. അവരെ നായ്ക്കളോടൊപ്പം വീട്ടിൽ കിടത്തുന്നു. അതിൽ
തെറ്റൊന്നുമില്ല. ഭക്ഷണം പാഴായിട്ടില്ല. അത് നമുക്ക് കഴിക്കാം എന്ന് പറയുന്നു. എന്നാൽ ചില വലിയ വീട്ടുകാർ പറഞ്ഞു, ഇല്ല ഇല്ല, ഈ ഭക്ഷണം കഴിക്കാൻ ഒരു തരത്തിലും ഉപകരിക്കില്ല. ഞങ്ങൾക്കിത് കഴിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. എല്ലാ ഭക്ഷണവും പാവപ്പെട്ടവർക്ക് നൽകി. ചില ഭക്ഷണങ്ങൾ പുറത്ത് കളഞ്ഞ ഭക്ഷണം എന്റെ അമ്മ വയറു നിറയെ കഴിച്ചു. അങ്ങനെയുള്ള ഭക്ഷണം അവർ തന്റെ ജീവിതത്തിൽ ഒരിക്കലും കഴിച്ചിട്ടില്ല. എന്നാൽ എന്റെ അമ്മയ്ക്ക് ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. കാരണം അവർ വയറു നിറയെ കഴിച്ചിട്ട് അവിടെ തന്നെ സമാധാനമായി കിടന്നുറങ്ങി. എന്നാൽ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നു എന്ന് എന്റെ അമ്മയ്ക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ആ വിരുന്ന് ഏർപ്പാട് ചെയ്ത വ്യാപാരി ഒരു വലിയ വടി പിടിച്ചുകൊണ്ട് വന്ന് എന്റെ ഭക്ഷണം എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് എന്റെ അമ്മയെ ക്രൂരമായി അടിക്കാൻ തുടങ്ങി. എന്റെ അമ്മയുടെ കരച്ചിൽ ഊർ മുഴുവൻ കേട്ടു. വേദന കാരണം അവിടെ നിന്ന് ഓടാൻ കഴിഞ്ഞില്ല. കഠിനമായ വേദന ഉണ്ടായി. എന്റെ അമ്മ കരഞ്ഞു കൊണ്ടിരുന്നിട്ടും അവൻ അടിക്കുന്നത് നിർത്തിയില്ല. എന്റെ അമ്മയുടെ കരച്ചിൽ കേട്ടാൽ ഒരു പാറയും ഉരുകിപ്പോകും. എന്നാൽ അവൻ എന്റെ അമ്മയോട് ഒട്ടും കരുണയുണ്ടായിരുന്നില്ല. അപ്പോൾ ചിലർ അവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു, നോക്കൂ വ്യാപാരി, അവരെ, ആ നായയെ വിട്ടേക്കൂ. നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കുക. വിശപ്പ് കാരണം മനുഷ്യന്റെ ബുദ്ധിയും നശിച്ച് തെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു ജീവനാണ്. അതിന് നല്ലതും ചീത്തയും എന്തറിയാം? അതിനെ നീ അടിച്ച് ഉപദ്രവിക്കുന്നതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനം ലഭിക്കും? നടന്നത് നടന്നുപോയി എന്ന് അവർ പറഞ്ഞു. എല്ലാവരും സമാധാനിപ്പിച്ചതുകൊണ്ട് അവൻ എന്റെ അമ്മയെ അടിക്കുന്നത് നിർത്തി. അവൻ അതിയായ വേദനയോടെയും ദുരിതത്തോടെയും ഞങ്ങളുടെ അടുത്തുവന്ന് നടന്നതെല്ലാം വിശദീകരിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ആ ദൈവം എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് നൽകിയത്? മുൻ ജന്മത്തിൽ ഞങ്ങൾ എന്ത് പാപങ്ങളാണ് ചെയ്തത്? അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നായയായി ജനിച്ച കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഞങ്ങൾ കരുതി. മഹാത്മാവേ, ഇതുപോലൊരു സംഭവം മറ്റൊന്നും കൂടി നടന്നു. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ തീർത്ഥ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു ഗ്രാമത്തിന് പുറത്തുള്ള ഒരു മരച്ചുവട്ടിൽ പാചകം ചെയ്യാനായി നിന്നു. പാചകം ചെയ്യാൻ ആവശ്യമായതെല്ലാം തയ്യാറാക്കി. റൊട്ടി ഉണ്ടാക്കാൻ മാവ് കുഴച്ച് വെള്ളമെടുക്കാൻ അടുത്തുള്ള കിണറ്റിലേക്ക് പോയി. എന്നാൽ അപ്പോൾ അവിടെ ചെന്ന എന്റെ അമ്മയ്ക്ക് അവിടെ കുഴച്ച മാവ് കണ്ണിൽപ്പെട്ടു. അങ്ങുമിങ്ങും നോക്കി, ആരുമില്ല. ഇതാരോ ഉപേക്ഷിച്ചു പോയതാണെന്ന് കരുതിയ ആ മാവ് കഴിക്കാൻ തുടങ്ങി. മറുഭാഗത്ത് ബ്രാഹ്മണൻ തിരികെ വരുമ്പോൾ മാവ് നായ കഴിക്കുന്നത് കണ്ട് വളരെ ദുഃഖിതനാകുന്നു. കാരണം അവനും 2 ദിവസമായി ഉപവാസത്തിലായിരുന്നു. അവനും കഠിനമായ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ അവിടെ വന്ന്, അയ്യോ പൂജാരി അവരെ, നിങ്ങളുടെ ഭക്ഷണവും ഈ നായ തന്നെയാണോ കഴിച്ചത്? ഈ നായ ഇന്നലെയും നാട്ടിലെ വ്യാപാരിയുടെ അടുക്കള പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ ആ ബ്രാഹ്മണൻ, അയ്യോ, ഈ നായ ഭക്ഷണത്തിനായി കാത്തിരുന്ന് ഒളിഞ്ഞിരിക്കുന്നത് പോലെയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ നോക്കി എന്റെ മാവ് മുഴുവനായും കഴിച്ചു തീർത്തു എന്ന്. ഇനി ഒട്ടും ചിന്തിക്കാതെ ഒരു വടി എടുത്ത് കഠിനമായി അടിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് എന്റെ അമ്മയുടെ കാൽ ഒടിഞ്ഞുപോയി. കൂടാതെ എന്റെ അമ്മ ആ മാവ് ശരിയായി കഴിച്ചില്ല. എന്നാൽ അടികൾ മാത്രം പൂർണ്ണമായി വാങ്ങി. ഇങ്ങനെ ഒരു മാസം എന്റെ അമ്മ ഞൊണ്ടി അലഞ്ഞു. ഈ മനുഷ്യൻ എത്ര സ്വാർത്ഥനാണെന്ന് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായി.
ഞങ്ങൾ മനുഷ്യരെ ഒരുപാട് സഹായിക്കുന്നു. എന്നിട്ടും മനുഷ്യൻ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഇത്രയൊക്കെ നടന്നിട്ടും ഞങ്ങൾ ആ മനുഷ്യരെ ആശ്രയിച്ച് തന്നെ ജീവിക്കണം. അതിനേക്കാൾ ഞങ്ങൾക്ക് വേറെ വഴി ഇല്ല. ഞങ്ങൾ മനുഷ്യരുടെ വീടിൻ കാവലായിരിക്കും. അവർക്ക് പല വഴികളിൽ സേവനം ചെയ്യും. എന്നിട്ടും ഞങ്ങളെ മനുഷ്യർ തിരിച്ചറിയുന്നില്ല. എന്നിട്ടും ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് കരഞ്ഞി തന്റെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു ആ നായ. കഥ അവസാനിപ്പിച്ച ആ ഗുരുമകനെ കഥ ശ്രദ്ധയോടെ കേട്ടല്ലോ. നായ്ക്കളാൽ മനുഷ്യർക്ക് എത്ര നന്മകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നായ്ക്കൾക്ക് റൊട്ടി കൊടുക്കുന്നത് മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധയോടെ കേൾക്കുക. എന്നാൽ ഈ ദിവസങ്ങളിൽ മനുഷ്യർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. വീട്ടിൽ ഉണ്ടാക്കുന്ന റൊട്ടികളിൽ ആദ്യത്തെ റൊട്ടി ഗോമാതാവിനാണ് നൽകുന്നത്. അടുത്ത രണ്ടാമത്തെ റൊട്ടി നായ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഈ നിയമം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആ നിയമം മറന്ന് ആദ്യത്തെ റൊട്ടിയും രണ്ടാമത്തെ റൊട്ടിയും അവൻ തന്നെ കഴിക്കുന്നു. ഇത് കാരണം അതിന്റെ നെഗറ്റീവ് ഫലം അവന്റെ ജീവിതത്തിൽ വരുന്നു. നായ്ക്കൾ ഏത് തരത്തിലുള്ള ജീവികളാണെന്ന് വെച്ചാൽ അവയ്ക്ക് റൊട്ടി നൽകുന്നതിലൂടെ മനുഷ്യരുടെ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ദോഷം മൂലമുണ്ടാകുന്ന ആഘാതം കുറയും. ഇതിൽ ഒന്നാമതായി നായ്ക്കൾക്ക് റൊട്ടി നൽകുന്നതിലൂടെ നമ്മളിലുള്ള ശനീശ്വരന്റെ സ്വാധീനം കുറയും. കാരണം ശനിയുടെ സ്വാധീനം നമ്മളിൽ കൂടുതലാണെങ്കിൽ ആ വീട് ഒരിക്കലും വളരില്ല. കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു റൊട്ടി നായ്ക്ക് നൽകിയാൽ ശനിയുടെ സ്വാധീനം കുറയുകയും ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും ചെയ്യും. ഇനി രണ്ടാമതായി നായ്ക്കൾക്ക് റൊട്ടി നൽകുന്നതിലൂടെ ആ വീട്ടിൽ പണ്ടുമുതൽ നടക്കാതെ നിന്ന ശുഭ കാര്യങ്ങൾ നടക്കും. വിവാഹം കഴിയാത്തവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കും. വീട്ടിലെ നെഗറ്റീവ് ശക്തികളുടെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാകും. ഇനി മൂന്നാമതായി നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ നോട്ടം നമ്മിൽ ഉണ്ടാകും. ലക്ഷ്മി ദേവി പ്രസന്നയായാൽ അവരുടെ വീട്ടിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകും. നാലാമതായി നായ്ക്കൾക്ക് റൊട്ടി നൽകുന്നതിലൂടെ കടബാധ്യതകൾ ഉണ്ടാകില്ല. പഴയ കടങ്ങളും തീർന്ന് അവർ സാമ്പത്തികമായി നല്ല നിലയിൽ എത്തും. അഞ്ചാമതായി നായ്ക്കൾക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലും അല്പം ഭക്ഷണം നൽകുന്നതിലൂടെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ ഉണ്ടാകില്ല. ബിസിനസ്സിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകും. ആറാമതായി നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ആയുസ്സും വർദ്ധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ അധികം ഉണ്ടാകില്ല. അതുപോലെ കിട്ടാക്കടങ്ങൾ പിരിച്ചെടുക്കും. ഏഴാമതായി നായ്ക്കൾക്ക് റൊട്ടി നൽകുന്നതിലൂടെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാകും. നിങ്ങൾ മാനസികമായി വളരെ ശക്തരായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നല്ല ചിന്തകൾ മാത്രമേ വരൂ. അവസാനമായി നിസ്സഹായരായ ജീവികൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മിൽ പതിക്കും. കാരണം ദൈവത്തിന് എല്ലാ ജീവികളോടും കരുണയുണ്ട്. അതുകൊണ്ടാണ് നിസ്സഹായരായ ജീവികൾക്ക് ഭക്ഷണം നൽകുന്നവരെ ദൈവം എപ്പോഴും സംരക്ഷിക്കുന്നത്. അവർക്ക് ഒരു കഷ്ടപ്പാടും വരാതെ നോക്കും. അതുകൂടാതെ നിസ്സഹായരായ ജീവികൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ചില പാപങ്ങൾക്ക് പ്രായശ്ചിത്തവും ലഭിക്കും. നമ്മൾ ചെയ്ത പുണ്യം ഒരിക്കലും പാഴാകില്ല. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ തീർച്ചയായും നമ്മളിൽ എത്തിച്ചേരും. അതുപോലെ നിസ്സഹായരായ നായ്ക്കളെ അടിച്ചു ദ്രോഹിക്കുന്നവർ ജീവിതത്തിൽ പല
കഷ്ടപ്പാടുകളും അനുഭവിക്കും. നായ്ക്കളാൽ നമുക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചാലും അത് നമ്മൾ ഒന്നും പറയരുത്. കാരണം നമ്മുടെ പൂർവികർ പറഞ്ഞതുപോലെ നായ്ക്കൾ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ കരഞ്ഞാൽ അത് ദുശ്ശകുനമായി കരുതും. അതുകൊണ്ട് ഇത് ചെയ്യരുത്. പരിക്കേറ്റ നായ്ക്കളെ ആർ സഹായിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്നുവോ അവരുടെ മേൽ അശ്വിനി ദേവന്മാർ പ്രസന്നരാകും. അവർക്ക് ജീവിതത്തിൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും വരില്ലെന്ന് ആ കുട്ടിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഗുരു കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഊമ ജീവികളോട് സ്നേഹം കാണിക്കുന്നത് മനുഷ്യന്റെ കടമയാണ്. നമുക്ക് ദോഷം വരുത്തുന്നത് നായയുടെ ഉദ്ദേശ്യമല്ല. അതിന് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് വിശപ്പുകൊണ്ട് മരിച്ചു പോകുമോ എന്ന ഭയത്തിലാണ് മനുഷ്യരെ ആക്രമിക്കുന്നത്. മുൻപ് നമ്മുടെ വീടുകളിൽ നായകളെ തങ്ങളിൽ ഒരാളായി കരുതിയിരുന്നു. ഓരോ ദിവസവും അവയ്ക്ക് വയറുനിറയെ ഭക്ഷണം നൽകിയിരുന്നു. അങ്ങനെ അവ ചാവുന്നതുവരെ ആ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവയ്ക്ക് ആരും ശരിയായി ഭക്ഷണം നൽകുന്നില്ല. മുൻപ് കുടുംബങ്ങളും വളരെ വലുതായിരുന്നു. അവരെല്ലാവരും ഭക്ഷണം കഴിച്ചതിനു ശേഷം തീർച്ചയായും ഭക്ഷണം ബാക്കിയുണ്ടാകും. അത് നായ്ക്കൾക്ക് കഴിക്കാൻ കൊടുക്കും. ഇപ്പോൾ കുടുംബങ്ങൾ ചെറുതായി, സ്നേഹം കുറഞ്ഞു, ഭക്ഷണം കുറഞ്ഞു. ഇനി നായ്ക്കളെ ആരും കണ്ടെത്തുന്നില്ല. സുഹൃത്തുക്കളെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും തീർച്ചയായും പങ്കിടുക. അതുപോലെ കമന്റ് ബോക്സിൽ ജയ് കാലഭൈരവ എന്നോ അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്നോ കമന്റ് ചെയ്യുക.